സൂപ്പർമാൻ തിയറി. ആക്ച്വലി എന്താണ് ഈ സൂപ്പർമാൻ തിയറി? ഈ സൂപ്പർമാൻ തിയറി എന്ന് പറയുന്നത് തന്നെ DC ന്യൂ 52 വരുന്ന കാര്യമാണ്. അതായത് ഫ്ലാഷ് പോയിന്റിന് ശേഷം DC റീബൂട്ടായി, അതിൽ വരുന്നതാണ് ഈ ന്യൂ 52. അതിലാണ് ഈ സൂപ്പർമാൻ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡൂംസ്ഡേ ക്ലോക്ക് കോമിക്കിലുമാണ്. അതായത് നമ്മുടെ സൂപ്പർമാൻ പുള്ളിയുടെ ഹോം പ്ലാനറ്റായ ക്രിപ്റ്റോൺ നശിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ പുള്ളി വന്നതിന് ശേഷമാണ് നമ്മുടെ ഭൂമിയിൽ ഈ മെറ്റാ ഹ്യൂമൻസിൻ്റെ ആണെങ്കിലും സൂപ്പർ വില്ലൻസിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് കൂടിയത്. എന്നാൽ ഈ സൂപ്പർമാൻ വരുന്നതിന് മുമ്പേ ഇത്രയധികം സൂപ്പർ വില്ലൻസിൻ്റെ മെറ്റാ ഹ്യൂമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സൂപ്പർ ഹ്യൂമൻസിനെയും മെറ്റാ ഹ്യൂമൻസിനെയും ഒക്കെ വില്ലന്മാരായിട്ടും ഹീറോസായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ ഈ ലോകത്ത് അയച്ചു വിട്ടിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ് ഈ സൂപ്പർമാൻ തിയറി. ഈ തിയറി ഫസ്റ്റ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന തന്നെ അമേരിക്കയുടെ ശത്രു രാജ്യവും കോമ്പറ്റീറ്റീവ് കൺട്രി ആയിട്ടുള്ള റഷ്യയും അവരുടെ നാട്ടിലെ പീപ്പിൾസ് ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ഹീറോ ടീം ചേർന്നിട്ടാണ്. പക്ഷേ എല്ലാ മെറ്റാ ഹ്യൂമൻസും പറയുന്നത് ഇത് സൂപ്പർമാൻ തിയറി എന്ന് പറയുന്നത് ഫേക്കാണ്, വെറുതെ ആരോ തള്ളിവിട്ടതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സൂപ്പർമാനോട് ബ്ലാക്ക് ആഡം തന്നെ പറയുന്നുണ്ട് ഈ സൂപ്പർമാൻ തിയറി സത്യമാണെന്നും അമേരിക്കൻ ഗവൺമെൻറ് എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേരെ, അതായത് കുറച്ച് മെറ്റാ ഹ്യൂമൻസിനെയും വില്ലന്മാരെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും.